Good morning students. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നവരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ ഫോർമാറ്റ്, അത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകണം. വളരെ ഭംഗിയായി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ചില പ്രധാനപ്പെട്ട ടേംസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ചില പുതിയ ടേംസ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റും നമ്മൾ പഠിക്കണം. അങ്ങനെ ഉള്ള ഐറ്റത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻ, ലെഗസി, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, എൻട്രൻസ് ഫീസ്, സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്സ്, സെയിൽ ഓഫ് പീരിയോഡിക്കൽസ്, സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ, പേയ്മെൻറ്റ് ഓഫ് ഹോണറേറിയം, എൻഡോമെൻറ്റ് ഫണ്ട്, ഗവൺമെൻറ് ഗ്രാൻഡ്, സ്പെഷ്യൽ ഫണ്ട്. ഇത്രയും കാര്യങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പഠിക്കണം. ഇത് ഓരോന്നായി നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഐറ്റം സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ ഈസ് ദ മെമ്പർഷിപ്പ് ഫീസ് പെയ്ഡ് ബൈ ദ മെമ്പേഴ്സ് ഓൺ ആനുവൽ മന്ത്ലി ബേസിസ്. ഇറ്റ് ഈസ് എ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതായത് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻകമാണ് വരിസംഖ്യ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ. അതിലെ അംഗങ്ങൾ മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലോ ആ സ്ഥാപനത്തിന് കൊടുക്കുന്ന വരിസംഖ്യയാണ് സബ്സ്ക്രിപ്ഷൻ. ഈ സബ്സ്ക്രിപ്ഷൻ എന്നൊരു ഐറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ നോർമലി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ചിട്ട് അംഗങ്ങൾ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തുകയും മുൻകൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനും റിസീവ്ഡ് ഇൻ അഡ്വാൻസ് സബ്സ്ക്രിപ്ഷനൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഇത്തരം ഐറ്റംസൊക്കെ എന്താണ് ചെയ്യുക എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് സബ്സ്ക്രിപ്ഷൻ്റെ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ട്രീറ്റ്മെൻറ്റ് ഓഫ് സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിളാണ് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് ഈ ഒരു ടേബിൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കാൽക്കുലേഷൻ വളരെ എളുപ്പമായിരിക്കും. ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ. അതായത് ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ ആ സ്ഥാപനത്തിന് കിട്ടിയിരിക്കുന്ന മുഴുവൻ സബ്സ്ക്രിപ്ഷനും, അതാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഫോർ എക്സാമ്പിൾ നമുക്ക് 2020 ഒരു എക്സാമ്പിൾ എടുക്കാം. 2020 ഈ ഒരു സ്ഥാപനത്തിന് കിട്ടിയിരിക്കുന്ന മുഴുവൻ സബ്സ്ക്രിപ്ഷനും നമ്മൾ ഏറ്റവും മുകളിൽ എഴുതും. ഇതിൽ നിന്നും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനും ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസും. അതിൻ്റെ അർത്ഥം ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് 2020 പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 2020 അവസാനം ഡിസംബർ മാസം എൻഡിൽ ഈ സ്ഥാപനത്തിന് ഇനിയും കിട്ടാൻ ബാക്കിയുള്ള സബ്സ്ക്രിപ്ഷൻ, അത് തീർച്ചയായിട്ടും ഈ 2020 ഭാഗം തന്നെയാണ്. അത് ആഡ് ചെയ്യുന്നു. ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ 2020 ജനുവരി 1 ഈ സ്ഥാപനത്തിന് മുൻകൂട്ടി കിട്ടിയത്, അതായത് കഴിഞ്ഞ വർഷം മുൻകൂട്ടി കിട്ടിയതായിരിക്കാം ആ തുക. ആ പൈസയും ഈ വർഷത്തെ തുകയായിരിക്കാം. അതും നമ്മളെന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഇനി ലസ്സി എന്ന ഐറ്റം നോക്കിക്കോളൂ. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് 2020 ഓപ്പണിങ്ങിൽ ഈ സ്ഥാപനത്തിന് കിട്ടാൻ ബാക്കിയുള്ള സബ്സ്ക്രിപ്ഷൻ. അതിൻ്റെ അർത്ഥം 2019 ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അത് 2019 ഭാഗമാണ്. അത് നമുക്കിതിൽ നിന്നും 2020 നിന്നും ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു, ലെസ് ചെയ്യുന്നു. ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് 2020 എൻഡിൽ മുൻകൂട്ടി കിട്ടിയത്. അതിൻ്റെ അർത്ഥം അത് 2020 ഭാഗമല്ല, ഇനി വരാൻ പോകുന്ന 2021 ഭാഗമായിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു.
അങ്ങനെ കിട്ടുന്ന ആക്ച്വൽ എമൗണ്ടാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാം. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. എ ക്ലബ്ബ് ഹാഡ് റിസീവ്ഡ് ₹20,000 ആസ് സബ്സ്ക്രിപ്ഷൻ ഡ്യൂറിംഗ് ദ ഇയർ 2014, ഓഫ് വിച്ച് ₹3,000 relate to the year 2013 and ₹2,000 relate to the year 2015, and at the end of the year 2014 ₹6,000 still receivable. The subscription received in 2013 included ₹4,000 of 2014. ഒരു ക്ലബിന് ₹20,000 സബ്സ്ക്രിപ്ഷൻ 2014 കിട്ടിയിട്ടുണ്ട്. ആ 20,000-ൽ ₹3,000 2013 എമൗണ്ടാണ്, ₹2,000 2015 എമൗണ്ടാണ്. അതേപോലെ തന്നെ 2014 അവസാനം ₹6,000 ഇനിയും കിട്ടാനുണ്ട്. മറ്റൊരു ഇൻഫർമേഷൻ കൂടി പറയാം. 2013 കിട്ടിയ എമൗണ്ടിൽ ഒരു ₹4,000 2014 ബന്ധപ്പെട്ട എമൗണ്ടാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം ഉണ്ടാകും, ഇതെങ്ങനെയാണ് ഒരേ വർഷം തന്നെ മുൻകൂട്ടി കിട്ടുന്നതും കിട്ടാൻ ബാക്കിയുള്ളതും. ശ്രദ്ധിക്കുക, ക്ലബിൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ടാവാം. അതിൽ ചില ആൾക്കാർ മുൻകൂട്ടി സബ്സ്ക്രിപ്ഷൻ തരാം, ചില ആൾക്കാർ ഡിലേ ആക്കിയിട്ട് സബ്സ്ക്രിപ്ഷൻ തരാതിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ മൊത്തം അംഗങ്ങളിൽ മുൻകൂട്ടി തന്നവരുടെ എമൗണ്ട്, അതേപോലെ തന്നെ മൊത്തം അംഗങ്ങളിൽ ഇനി തരാൻ ബാക്കിയുള്ളവരുടെ എമൗണ്ട്, ഇതൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇതിനെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഡയഗ്രാമാറ്റിക് പ്രസൻറ്റേഷനിലേക്ക് പോകാം. 2014 എമൗണ്ട് 20,000, 2013-15 നമ്മളിപ്പം നോക്കേണ്ട ആവശ്യമില്ല. 2014 എമൗണ്ട് 20,000 കൂടാതെ അഡീഷണൽ 2 ഇൻഫോർമേഷൻ തന്നിരിക്കുകയാണ്. 2013 കിട്ടിയ എമൗണ്ടിൽ ₹4,000 2014 എമൗണ്ടാണ്. അതേപോലെ 2014 ഇനിയും ₹6,000 കിട്ടാനുണ്ട്. ഈ ഒരു ഡയഗ്രത്തിൽ നോക്കാം, ആ കളർ ചേഞ്ച്, ആ പർട്ടിക്കുലർ ന്യൂ കളറിലുള്ള എമൗണ്ട് മാത്രമാണ് 2014 ബന്ധപ്പെട്ടത്. അതായത് നേരത്തെ കിട്ടിയ 20,000 നിന്നും 2013 എമൗണ്ട് ഒഴിവാക്കണം, 2015 എമൗണ്ട് ഒഴിവാക്കണം. അതേപോലെ 2013 കിട്ടിയ എമൗണ്ടിൽ 2014 എമൗണ്ടിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അതേപോലെ ഈ വർഷം ഇനി കിട്ടാൻ ബാക്കിയുള്ള എമൗണ്ട് ഈ വർഷത്തെ എമൗണ്ടാണ് ₹6,000. 2030 എമൗണ്ട് അങ്ങോട്ടേക്ക് മാറ്റി, 2015 എമൗണ്ടും അങ്ങോട്ടേക്ക് മാറ്റി. അപ്പോൾ ശരിക്കും 20,000 നിന്നും 3,000-ഉം 2,000-ഉം പോയി കഴിഞ്ഞപ്പോൾ ₹15,000. ഇനി അതിൻ്റെ കൂടെ 2014 എമൗണ്ട് നേരത്തെ കിട്ടിയത് 4,000, ഇനി 2014 ഇനി കിട്ടാൻ ബാക്കിയുള്ളത് 6,000. ആക്ച്വലി ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 25,000 ആണ്. ഇതേ കാര്യം മറ്റൊരു തരത്തിൽ കൂടി പറയാം. 2014 കിട്ടിയ എമൗണ്ടിൽ 2013 എമൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്. 2014 എമൗണ്ടിൽ ഇനിയും കിട്ടാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്. നേരത്തെയുള്ള വർഷം 2013 കുറച്ച് എമൗണ്ട് 2014 എമൗണ്ട് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഈ വർഷം കിട്ടിയ തുകയിൽ 2015 എമൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. തന്നിരിക്കുന്ന പ്രോബ്ലം നോക്കാം. ഈ വർഷം കിട്ടിയ തുക 20,000, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് 6,000, ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 4,000. ഇത് രണ്ടും ആഡ് ചെയ്തു 10,000, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് 3,000, ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 2,000. രണ്ടും കൂട്ടിയ തുക 5,000 മൈനസ് ചെയ്തു 25,000. ഇതാണ് ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുന്ന തുക. നെക്സ്റ്റ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് സർട്ടൻ ഐറ്റം. ഇതിൽ രണ്ടാമത്തത് ഡൊണേഷൻ. ഇറ്റ് ഈസ് എ സോർട്ട് ഓഫ് ഗിഫ്റ്റ് ഇൻ ക്യാഷ് ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ഫ്രം സം പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ. ഇറ്റ് അപ്പിയേഴ്സ് ഓൺ ദ റെസീപ്റ്റ് സൈഡ് ഓഫ് ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ശ്രദ്ധിക്കുക, ക്ലബിന് പല തരത്തിലും ഡൊണേഷൻസ് കിട്ടാം. ക്യാഷായിട്ടും പ്രോപ്പർട്ടി ആയിട്ടൊക്കെ ഡൊണേഷൻസ് കിട്ടാം. അത്തരം സാഹചര്യത്തിൽ ഇത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. ഡൊണേഷൻ 2 തരത്തിൽ കാണാം. സ്പെസിഫിക് പർപ്പസ് ഡൊണേഷനും ജനറൽ ഡൊണേഷനും. സ്പെസിഫിക് പർപ്പസ് ഡൊണേഷൻ എന്നത് ചില ആൾക്കാർ ഡൊണേഷൻ നൽകുന്നത് പ്രത്യേക പർപ്പസിന് വേണ്ടിയായിരിക്കാം.
ക്ലബിൻ്റെ ബിൽഡിംഗ് എടുക്കാൻ, സ്പോർട്സ് ക്ലബിന് സ്വിമ്മിംഗ് പൂള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ക്യാപിറ്റലൈസ്ഡ് പാർട്ടാണ്. ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് ഡൊണേഷൻ കൊടുക്കാം. ഇനി ജനറൽ ഡൊണേഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ കാണിക്കും. സ്പെസിഫിക് ഡൊണേഷൻ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുക. എപ്പോഴും ഓർമ്മിക്കുക, ക്യാപിറ്റലൈസ്ഡ് പോർഷൻ ഓഫ് എനി ഐറ്റം appears in the balance sheet. Next item, legacy. It is the amount received as per the will of a deceased person. It appears on the receipt side of the receipt and payment account. ചില വ്യക്തികൾ അവരുടെ മരണത്തിന് മുന്നേ തന്നെ ചില പ്രോപ്പർട്ടിയും എമൗണ്ടൊക്കെ ചില ക്ലബ്ബുകൾക്കൊക്കെ എഴുതി വെക്കുന്നത് കാണാം. അങ്ങനെ കിട്ടിയ എമൗണ്ട്, പ്രോപ്പർട്ടി, ഇതാണ് നമ്മൾ ലെഗസി എന്ന് ഉദ്ദേശിച്ചത്. ഇത് റെസിപ്റ്റ് സൈഡ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ കാണാം. ഇത് എപ്പോഴും ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യും. ലോങ് ടേമിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കിട്ടുന്നൊരു ഫണ്ടായതുകൊണ്ട് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യും. സംടൈം ലെഗസി ഓഫ് സ്മോൾ എമൗണ്ട് ട്രീറ്റഡ് ആസ് ഇൻകം. ചില സമയത്ത് ചെറിയ എമൗണ്ടിൻ്റെ ലെഗസിയെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്. ലൈഫ് മെമ്പർഷിപ്പ് ഫീ. Some members prefer to pay lump sum amount as life membership fee instead of paying periodic subscription. ചില അംഗങ്ങൾ പീരിയോഡിക്കലായിട്ട് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നതിന് പകരം മൊത്തം തുക ഒന്നിച്ച് കൊടുക്കാറുണ്ട്. അത്തരം കൊടുത്തതിനാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് ഉദ്ദേശിച്ചത്. ഇത്തരം സാഹചര്യത്തിൽ ഇത് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യും. നെക്സ്റ്റ് വൺ, എൻട്രൻസ് ഫീ. എൻട്രൻസ് ഫീ എന്നത് ഒരു അംഗത്തിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ തരുന്ന തുകയാണ് എൻട്രൻസ് ഫീ ഉദ്ദേശിച്ചത്. ചില ക്ലബ്ബുകളിലും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഒരു ലിമിറ്റഡ് മെമ്പർഷിപ്പ് മാത്രമേ കൊടുക്കാറുള്ളൂ. മാത്രമല്ല ആ മെമ്പർഷിപ്പ് ഫീസ് വലിയ തുകയായിട്ട് വരാം. അത്തരം സാഹചര്യത്തിൽ അതിനെ ക്യാപിറ്റൽ റെസിപ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. എൻട്രൻസ് ഫീ ആഡഡ് വിത്ത് ക്യാപിറ്റൽ ഫണ്ട് ഇൻ ബാലൻസ് ഷീറ്റ്. സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്സ്. Receipt from the sale of an old asset will appear in the receipt side of the receipt and payment account of the year in which it is sold. But any gain or loss on the sale of asset is taken to the income and expenditure account of the year. എന്തെങ്കിലും സാഹചര്യത്താൽ ഒരു ഫിക്സ്ഡ് അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ അത്തരം വിൽക്കുന്ന അവസ്ഥയിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാറുള്ളൂ. Sale of periodical. It is an item of recurring nature and shown as the income side of the income and expenditure account. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ കാണിക്കുന്നു. സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ. സെയിൽ ഓഫ് യൂസ്ഡ് സ്പോർട്സ് മെറ്റീരിയൽ ലൈക്ക് ഓൾഡ് ബോൾസ്, ബാറ്റ്സ്, നെറ്റ് എക്സെട്ര is the regular feature with any sports club. It is usually treated as an income and should be credited in the income and expenditure account. Payment of honorarium. It is an amount paid to the person who is not a regular employee of the institution. Payment of an artist of giving performance at the club in an example of honorarium. ജീവനക്കാർക്ക് കൊടുക്കുന്നതല്ല ഹോണറേറിയം. എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ചില ആർട്ടിസ്റ്റൊക്കെ ക്ലബിൻ്റെ പ്രോഗ്രാമിന് പ്രത്യേകിച്ച് വരുമ്പോൾ, ചില ട്രെയിനിങ് പ്രോഗ്രാമിനൊക്കെ പ്രത്യേകിച്ച് വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഫീസാണ് ഹോണറേറിയം. ഇത് എക്സ്പെൻഡിച്ചർ സൈഡിലാണ് കാണിക്കാറ്. Endowment fund. It is a fund arising from an inheritance of gift, the income of which is devoted for a specific purpose. Hence, it is a capital receipt and should be shown on the liability side of the balance sheet as an item of specific purpose fund. Endowment fund usually balance sheet inde liability side il vararundi. Government grant. School, college, public hospital പോലുള്ള ചില സ്ഥാപനങ്ങളിൽ, ഇത്തരം സ്ഥാപനങ്ങൾ നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനാണ്. ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടാറുണ്ട്. ദ റെക്കറിംഗ് ഗ്രാൻഡ് ഇൻ ദ ഫോം ഓഫ് മെയിൻ്റനൻസ് ഓഫ് ഗ്രാൻഡ് ഈസ് ട്രീറ്റഡ് ആസ് റവന്യൂ റെസിപ്റ്റ് ആൻഡ് ഈസ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എല്ലാ വർഷവും ഇത്തരം ഗ്രാൻഡ് കിട്ടുന്ന കേസിലാണെങ്കിൽ ഇതിനെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കും. അതേസമയത്ത് ഇത്തരം ഗ്രാൻഡ് ഒരു പർട്ടിക്കുലർ ടൈം ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രം കിട്ടുകയാണെങ്കിൽ ഇത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ
കാണിക്കും, സ്പെഷ്യൽ പർപ്പസ് ഫണ്ടായിട്ട് കാണിക്കും. ഇനി ഇത്തരം ഫണ്ടുകൾ സബ്സിഡി ആയിട്ട് ഗവൺമെൻറ് കിട്ടുകയാണെങ്കിൽ അത് റവന്യൂ ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കും. സ്പെഷ്യൽ ഫണ്ട് ചില പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫണ്ട് കിട്ടുകയാണെങ്കിൽ, ഉദാഹരണത്തിന് മാച്ച് ഫണ്ട്, ടൂർണമെൻറ്റ് ഫണ്ട്, സ്പോർട്സ് ഫണ്ട്, പ്രൈസ് ഫണ്ട് എക്സെട്ര, ഇത്തരം ഫണ്ടുകൾ സാധാരണ രീതിയിൽ സംടൈംസ് such funds are invested in securities and income earned on such investment is added to the respective fund, not credited to income and expenditure account. ചില പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരം ഫണ്ടുകൾ കൈവശം വെക്കുന്നതിന് പകരം ബാങ്കിലും മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ സൂക്ഷിച്ചു വെക്കും. അങ്ങനെ സൂക്ഷിച്ചു വെക്കുമ്പോൾ അതിൻ്റെ മേലെ ഇൻകമായിട്ട് ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെയൊക്കെ കിട്ടിയ ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ആ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യും. അല്ലാതെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആ ഇൻകം എടുക്കാറില്ല. ഇത്രയും ഐറ്റമാണ് നമുക്ക് നോക്കേണ്ടത്. ഓപ്ഷൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. ഫോളോയിങ് ഈസ് ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓഫ് ദ കൽക്കട്ട ക്ലബ് ഫോർ ദ ഇയർ എൻഡിങ് December 31st, 2007. Prepare the income and expenditure account for 2007 after considering additional information. 2007 ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് 30,000, എൻട്രൻസ് ഫീസ് 5,500, സബ്സ്ക്രിപ്ഷൻ ഫോർ 3 years 2006, 2000, 2007 1,69,000, 2008 3,000, total 1,74,000. Locker rent 5,000, hall rent 3,000. These are the receipt item, and we can find some payment item too. Rent 15,200, stationery 15,000, general expenses 5,000, repairs and renewals 10,000, interest 5,000, furniture 2,500, then closing balance 1,42,300. ചില അഡീഷണൽ ഇൻഫോർമേഷൻ കൊടുത്തിരിക്കുന്നു. ലോക്കർ റെന്റ് ഓഫ് ₹500 റിലേറ്റഡ് ടു 2006 ആൻഡ് ₹700 ഈസ് സ്റ്റിൽ ഓയിങ്. റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ₹1,300. ക്ലബ് ഓൺഡ് സ്പോർട്സ് മെറ്റീരിയൽ ₹25,000 on 1st January 2007 and on 31st December 2007 the value was ₹20,000. ഈ ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഐറ്റം മുകളിൽ കാണാം. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന വിധം നമുക്ക് നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് 30,000 കാണാം റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ. ഒരിക്കലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അതിവിടെ എടുക്കുന്നില്ല. എൻട്രൻസ് ഫീസ് 5,500. യൂഷ്വലി എൻട്രൻസ് ഫീ ക്യാപിറ്റലൈസ് ചെയ്യാറാണ്, അതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാറില്ല. സബ്സ്ക്രിപ്ഷൻ 3 വർഷത്തെ തന്നെങ്കിലും നമ്മൾ 2007 1,69,000 എടുക്കുക. അപ്പം അത് ഇൻകം സൈഡിൽ സബ്സ്ക്രിപ്ഷൻ 1,69,000. സബ്സ്ക്രിപ്ഷൻ 2006 2008 നമ്മളിവിടെ എടുക്കുന്നില്ല. ലോക്കർ റെൻറ്റ് 5,000 അതൊരു ഇൻകം ഐറ്റമാണ്. അതേസമയത്ത് അതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ലോക്കർ റെൻറ്റിൽ 500 rupees 2006 700 ഇനിയും കിട്ടാനുണ്ടെന്നാണ് കാണുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം 2006 റിലേറ്റ് ചെയ്ത സാധനം ഇതിൽ നിന്നും മൈനസ് ചെയ്യണം. ഇനി കിട്ടാനുള്ള 700 ഈ വർഷത്തിൻ്റെ ഭാഗമാണ്, അതിന് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ലോക്കർ റെൻറ്റ് 5,000, ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദ ഇയർ 2007 700, 5,700 ടോട്ടൽ ചെയ്താൽ 500 2006 500 മൈനസ് ചെയ്യുന്നു, 5,200 ഔട്ടർ കോളത്തിൽ നമ്മൾ എഴുതുന്നു. ഹോൾ റെൻറ്റ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് 3,000. റെൻറ്റിൻ്റെ കൂടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാണാം. റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ₹1,300 ദാറ്റ് ഷുഡ് ബി ആഡഡ്. എക്സ്പെൻഡിച്ചർ സൈഡിൽ റെൻറ്റ് ആഡ് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് 16,500. സ്റ്റേഷനറി 15,000. സ്റ്റേഷനറി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ജനറൽ എക്സ്പെൻസ് 5,000 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കും ആസ് ഇറ്റ് ഈസ് എൻ എക്സ്പെൻസ്.
റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ് 10,000. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എക്സ്പെൻഡിച്ചർ സൈഡ് ഡെബിറ്റ് സൈഡിൽ കാണിക്കും 10,000. ഇൻട്രസ്റ്റ് 5,000. ദാറ്റ് ഓൾസോ ഷോൺ ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഫർണിച്ചർ ഒരു ക്യാപിറ്റൽ ഐറ്റം ആയതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ സാധാരണ എടുക്കാറില്ല. സ്പോർട്സ് മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാണാം. ക്ലബിന് 2007 31 സ്പോർട്സ് മെറ്റീരിയൽ 25,000 ഉണ്ട്. അതിൻ്റെ വാല്യൂ ഇപ്പോൾ 20,000 ആയിട്ട് മാറിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ദർ ഈസ് എ ഡിക്രീസ് ഇൻ ദ വാല്യൂ. സോ ഡിപ്രീസിയേഷൻ ഓൺ സ്പോർട്സ് മെറ്റീരിയൽ എന്ന് ഇതിനെ നമുക്ക് വിളിക്കാം. ഈ ഡിപ്രീസിയേഷൻ ഓൺ സ്പോർട്സ് മെറ്റീരിയൽ അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 5,000 എക്സ്പെൻഡിച്ചർ സൈഡിൽ കൊടുക്കും. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുന്നു. ഇവിടെ ഇൻകം സൈഡ് കൂടുതൽ 1,77,200 സെയിം എമൗണ്ട് ഇപ്പുറത്തേക്ക് മാറ്റുന്നു. ബാലൻസ് സർപ്ലസ് ആണ് 1,20,700. ഈ സർപ്ലസ് എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു.